ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോയൊന്നും ഇടാനുള്ള ഒരു ഇതിലെല്ലാം പനി വന്ന് അടിപ്പെട്ടു ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോഴും നല്ല ലെവലായി വന്നിട്ടില്ല. വയ്യെങ്കിലും ഞാനൊരു വിധം വീഡിയോ ഒക്കെ ഇട്ട് വ്യൂസ് കൂട്ടിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വയ്യായികളോ വീട്ടിലെന്തെങ്കിലും ഒരു വീഡിയോ ഇടാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു പോരായ്മകൾ വരും. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാതാകുമ്പോഴത്തേക്ക് വ്യൂസ് വന്നതെല്ലാം തിരിച്ചിറങ്ങി നല്ല രീതിക്ക് കയറി വന്നതാണ്. അതെല്ലാം തിരികെ പോയി. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരും. ഇപ്പോഴും എൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, വയ്യാത്ത എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് നല്ലോണം കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാനിന്ന് ഇടുന്നത് ഇപ്പം ഒരു മാസത്തിനകത്തേ ആയുള്ളൂ ഈ ഒരു ചാനൽ കണ്ടു തുടങ്ങിയിട്ട്. എല്ലാവരും കണ്ടു, പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടില്ല. എനിക്ക് അത്രയ്ക്കും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ചാനലാണ് രണ്ട് മക്കളുടെ ഒരു ചാനൽ. അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ ആ മക്കളുടെ ഒരു ചാനലിൻ്റെ റിയാക്ഷനായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോയാണ് ഞാനിന്ന് ഇടുന്നത്. അവർക്കെതിരായിട്ടല്ല, അവർക്ക് സപ്പോർട്ടീവായിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത്. കാര്യം എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്നേ ഞാൻ മനസ്സിൽ കുറിച്ചതാണ്. കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇരുന്നു ആ കുഞ്ഞുങ്ങളുടെ എത്ര വീഡിയോയാണ് ഞാൻ കണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ പല കാര്യങ്ങൾ മുടങ്ങി. കാര്യം എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ അടുത്ത വീഡിയോ അതിനെ തുടർന്ന് പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് ഉള്ള ഒരു തുടർച്ചയായിട്ടുള്ള അവരുടെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇരുന്ന് എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും മുടങ്ങി ഞാൻ കണ്ടു. എനിക്ക് അത്രയ്ക്ക് വിഷമവും സങ്കടവും തോന്നിയ ഒരു ചാനലാണ് വൈ ആൻഡ് മൊമെൻറ്റ്സ് എന്ന യദുവിൻ്റെയും ജ്യോതികയുടെയും ചാനൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് തൊട്ടേ വിചാരിച്ചതാണ്. അവർ 8 വർഷമായി രണ്ടുപേരും അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഉള്ള ഒരു പരിചയമാണ്. ഇപ്പോൾ 8 വർഷമായി അവർ തമ്മിൽ 8-9 വർഷമായി അവർ തമ്മിൽ അറിയാവുന്ന അതാണ് യദുവും ജ്യോതികയും. പഠിത്തമൊക്കെ കഴിഞ്ഞു. യദു അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പുഷ്പഗിരി ഹോസ്പിറ്റലിൽ. അങ്ങനെ നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യദുവിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് യദുവിൻ്റെ അമ്മയെ ജോലിക്ക് എന്നും കൊണ്ടാക്കുന്ന യദുവായിരുന്നു ബൈക്കിൽ. അപ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് കഴിഞ്ഞാണ് അമ്മയെ ബസ് കയറാനായിട്ട് കൊണ്ടാക്കുന്നത്. അപ്പോൾ എന്നും റെയിൽവേ ട്രാക്കിന് ഇപ്പുറത്താണ് നിർത്തുന്നത്. പക്ഷേ അന്ന് അത് കഴിഞ്ഞ് അമ്മയെ കൊണ്ടാക്കാൻ പോകുന്നു. ഒരു പ്രൈവറ്റ് ബസ് വന്ന് ബൈക്കിലിടിക്കുന്നു. അങ്ങനെ ആക്സിഡൻ്റ് ആയതാണ് യദുവിന്. വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഭയങ്കര കാര്യം. ആ മോനെ ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അറിഞ്ഞ ദൈവത്തിൻ്റെ മുമ്പ് കൈയെടുക്കുകയാണ്. കാര്യം യദുവും ജ്യോതികയും തമ്മിലുള്ള ഇപ്പോഴും അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ അവരുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. അവർ എത്രത്തോളം മോന് മാറ്റം വരാൻ വേണ്ടി ജ്യോതികയെ കൊണ്ട് എത്രത്തോളം അവൻ്റെ ശരീരത്തുള്ള ഓരോ ഞരമ്പിലും രക്തഓട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓരോ ചലനവും അവൻ്റെ ശരീരത്ത് ഓരോ ചലനവും ഉണ്ടാക്കാൻ വേണ്ടി അവളെങ്ങനെയെല്ലാം പറ്റുന്നോ അതിനെല്ലാം സപ്പോർട്ടീവായിട്ട് ആ ജ്യോതിക അവൻ്റെ കൂടെയുണ്ട്. ഓരോരുത്തരും വന്ന് നെഗറ്റീവ് കമൻറ്റുകൾ ഓരോന്നിടുന്നുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ. ചിലപ്പോൾ മോളെ വീട്ടിൽ ആ ജ്യോതികയുടെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ യദുവിൻ്റെ വീട്ടിലായിരിക്കും. കാര്യം ഈ നെഞ്ചിന് താഴെ തളർന്ന നമുക്ക് കാണുമ്പോഴത്തേക്ക് അവന് യാതൊരു കുഴപ്പവുമില്ല എന്ന് തോന്നും. ഒരുപാട് പേര് അങ്ങനെ വരെയും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്യുന്നല്ലോ ഇങ്ങനെ ചെയ്യുന്നല്ലോ.
പക്ഷെ ആരെങ്കിലും ഒരാൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഇന്നതാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഈ ഇടയ്ക്ക് അവൻ പേഴ്സിൽ നിന്ന് ലാസ്റ്റ് കാർഡ് എടുത്ത് കാണിക്കുന്നു. ഗവൺമെൻറ് അവൻ്റെ ആ ഒരു ഇത് അടിച്ചു കൊടുത്ത ഇത്ര 75% അവൻ ഇന്നതാണെന്നുള്ളത് ഗവൺമെൻറ് അടിച്ചു കൊടുത്തത്. പക്ഷേ ജ്യോതികയ്ക്ക് ഇപ്പോഴും, ജ്യോതികയ്ക്കെന്ന് മാത്രമല്ല ഈ കാണുന്ന നമുക്കെല്ലാവർക്കും വിശ്വാസമാണ് അവൻ നല്ലതുപോലെ ആ പഴയതുപോലെ എണീച്ച് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാര്യം ആ കുട്ടി അത്ര ഇതായിട്ടാണ് ഈ വിഷമത്തിനിടയിലും നമ്മുടെ മഴവിൽ മനോരമയിൽ ചിരിയോ ചിരി എന്ന പരിപാടിയിൽ വന്ന് ജ്യോതിക ആ ചിരിയോ ചിരി എന്ന ബെമ്പറിൽ വന്ന് പ്രേക്ഷകരെ ചിരിപ്പിച്ച് പൈസ ഉണ്ടാക്കി. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോഴും യദുവിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യദുവിനെ അപ്പം ആദ്യം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയാതെയാണ് പരിപാടി അവതരിപ്പിച്ച് പൈസ. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ഇന്നണക്ക് യദുവിൻ്റെ കാര്യം അവിടെ പറയുന്നു. യദുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയെല്ലാം യദുവിൻ്റെ കുടുംബവും ജ്യോതികയുടെ കുടുംബവും എല്ലാം സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഈ മോൻ എണീച്ച് നടന്ന് ആ പഴയതുപോലെ ഓടി നടക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. കാര്യം ഞാൻ ഈ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ദൈവമേ എന്നാലും ആ മോൻ ആക്സിഡൻ്റായി ഇങ്ങനെ. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ആക്സിഡൻറ്റ്, ഈ മോളെടുത്ത് പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് നടക്കുന്നത് വരെ ഈ വിവാഹത്തിന് ആ മോളെ വീട്ടുകാർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കങ്ങളും, വിവാഹത്തിനിപ്പം ഒരു മോളൊരു പയ്യനെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച ഉടനെ അവരെടുത്തിയാടി അങ്ങ് നടത്തില്ലല്ലോ, എതിരായിരുന്നു. പക്ഷേ ഈ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം മോളെ വീട്ടുകാർ 100% സപ്പോർട്ടാണെന്നാണ് അത്. അപ്പോൾ രണ്ട് കുടുംബങ്ങളും ഇതിനു വേണ്ടി അവർ, ഇതിനെല്ലാം പണവും വേണമല്ലോ, അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി അവർ ആ മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. മോന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീൽ ചെയറിലിങ്ങനെ ഇരിക്കുന്നു. മോൻ്റെ ശരീരത്തിൽ നിന്ന് യൂറിൻ വരെയും എടുത്ത് കളയേണ്ട സ്ഥിതിയാണ്. അത്ര ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണുമ്പോൾ. ആ മോന് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ദൈവമേ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എണീച്ച് നടക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ. കാര്യം അത് ആ മോനെ കാണുമ്പം നമുക്ക് എന്തോ, ആ മോൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു മോൻ, ആ മോൻ്റെ ആ ഒരു ഇത് അതിനൊത്ത് നിൽക്കുന്ന, അതിനെല്ലാം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്രയോ നല്ല ഒരു മനസ്സുള്ള മോള് ജ്യോതിക. അവൾ അവൻ്റെ മടിയിൽ കയറിയിരിക്കും. അതും ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നു. അവൻ്റെ മടിയിൽ കയറി അവൾ ഇരിക്കുന്നു എങ്കിൽ അവരെന്തെങ്കിലും അതിന് അർത്ഥം കണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഉപയോഗം വരാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു, അല്ലാതെ അവൻ്റെ മടിയിൽ കയറിയിരുന്ന് അവനെ നോവിക്കേണ്ട ഒരാവശ്യം ജ്യോതികയ്ക്ക് ഒരിക്കലുമില്ല. അതൊക്കെ ആൾക്കാർ മനസ്സിൽ സങ്കല്പിക്കാനുള്ള ഒരു ഇത്തിരിയെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു ഇത് വേണം. കാര്യം അവളങ്ങനെ അവനെ സന്തോഷിപ്പിക്കുന്നു എങ്കിൽ അതൊക്കെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു കരുതലിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഒത്തിരി ഒന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേര് ഈ പാവങ്ങളുടെ വീഡിയോയിലും വന്ന് കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടമുണ്ട്. നമുക്ക് കണ്ടാലും മതി വരാത്ത ഒരു വീഡിയോയാണ് ഇവർക്കുള്ള ചാനലിലെ വീഡിയോ. അത്രയ്ക്ക് നല്ല ഒരു, അതും പുഷ്പഗിരി ആശുപത്രിയിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആയിരുന്നു. അപ്പോൾ ആ മോൻ പറയുന്നു, ഞാനിത്തിരി അഹങ്കരിച്ചു, ഇന്ന ജോലിയൊക്കെ ആയിട്ട് ഞാനിത്തിരി അഹങ്കരിച്ചു, അതിൻ്റെ ഫലമാണ് ദൈവം എനിക്ക് തന്നത് എന്ന് ആ മോൻ പറയുന്നു. അപ്പം നിശ്ചയത്തിൻ്റെ അന്ന് അവർക്ക് നടത്താൻ അവരെ കൊണ്ടൊക്കുന്ന രീതിക്ക് രണ്ടുപേരും പാറിപ്പറക്കുന്ന രീതിക്കുള്ള ആ ഒരു രീതിക്ക്, ചെറിയ രീതിക്ക് നിശ്ചയമൊക്കെ നടത്തി. അതിൻ്റെ ഫോട്ടോ മെനിയാന്ന് ആൽബം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാം കൂടി ആൽബവും കൊണ്ടുവന്ന്, വലിയ ആൽബവും ചെറിയ ആൽബവുമായിട്ട് സുഹൃത്തുക്കൾ വന്ന് ആൽബം കൊടുക്കുന്നൊരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കാണുമ്പോൾ നമുക്ക് ആ പയ്യന് ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഉള്ളതായിട്ട്
നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ആ മോന് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കട്ടെ. കണ്ടാലും അവരെ രണ്ടുപേരെയും നമുക്ക് മതിവരാത്ത രീതിക്കുള്ള ഒരു ഇതാണ്. അത്രയ്ക്ക് രണ്ട് മക്കളും ആ മോന് വേണ്ടി ആ മോളുടെ ജീവിതം ഇതാക്കി. പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെ നിൽക്കുന്നതെന്ന്. കാര്യം ആ മോൾക്കിപ്പോൾ ആ മോനോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ചിലരാണെങ്കിൽ അങ്ങനെ വന്നല്ലോ, ഇനിയിപ്പം ഞാൻ നിന്നിട്ട് എന്താ ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറഞ്ഞ് എന്നുള്ള രീതിക്ക് മാറിപ്പോവും. പക്ഷേ ആ മോള് പറയുന്നത്, അവൻ എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ അവനെ ഇട്ടിട്ട് പോവില്ല, അവനില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു രീതിയാണ്. അത് മാതൃകയാണ്. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്കതൊരു മാതൃകയാണ്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളങ്ങനെ ജീവിതം ഇതാക്കി കാണിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വീഡിയോ കണ്ട എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നത്തെ ഒരു ദിവസം ഞാനങ്ങ് ഇരുന്നു പോയി. നമ്മുടെ K4-ലൊക്കെ ജോലി വന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ഈ വീഡിയോയും കണ്ടുകൊണ്ടിരുന്ന്. അത്രയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അന്നേരം എത്ര വീഡിയോ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും മോനും ജ്യോതിക മോക്കും നല്ലൊരു ജീവിതം ദൈവം മോന് പെട്ടെന്ന് തന്നെ നടക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെല്ലാം ആ മക്കളെ വേദനിപ്പിക്കാതിരിക്കുക. ആ മക്കൾക്ക് വേണ്ടി നല്ലതുപോലെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആ മോന് നടക്കാനുള്ള ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഈ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടത്. എനിക്ക് അന്ന് തൊട്ടേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, ഈ മക്കളെ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് അതിനൊരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.